അരി തിളച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങ് ഊറ്റാന്ന് വിചാരിച്ച് കയ്യോട് ഊറ്റി സൈഡിലോട്ട് അങ്ങ് മാറ്റി കേട്ടോ. പിന്നെ നമ്മുടെ ചുമന്നരി തീർന്നിട്ടുണ്ടായതുകൊണ്ട് നമ്മൾ ചെറിയൊരു പാക്കറ്റ് വെള്ളയരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇതുപോലെ അങ്ങ് നിറച്ച് വെച്ചു. ഈ ഒരു പാത്രം പല സൈസിൽ അവൈലബിൾ ആണ് കേട്ടോ. അതായത് റൗണ്ട്, സ്ക്വയർ, അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള സൈസ് വാങ്ങാം. ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ. അങ്ങനെ അരിയൊക്കെ നിറച്ച് വെച്ചിട്ട് അത് സൈഡിലോട്ട് അങ്ങ് മാറ്റി വെച്ചു. ഇനി വൈകുന്നേരത്തേക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉള്ളിയൊക്കെ വാരി പറക്കി എടുത്തു കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മൾ കെപ്കോയിന്ന് കേട്ടോ ചിക്കൻ വാങ്ങിക്കുന്നത്. അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴുകിയൊക്കെ വൃത്തിയാക്കാൻ പറ്റും. അങ്ങനെ ഞാൻ 2 കറി പീസും ഒരു നമ്മുടെ അതുണ്ടല്ലോ ബോണ് മാത്രം കിട്ടുന്നത് ആ പീസും കൂടെ ആക്കി സെറ്റാക്കി വെച്ചു. പിന്നെ ഉള്ളിയും കൊച്ചുള്ളി വെളുത്തുള്ളി എല്ലാം കൂടെ അരിഞ്ഞ് പൊളിച്ചപ്പോഴത്തേനും ഞാൻ കരഞ്ഞ് ഒരു സൈഡിലോട്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് ചപ്പാത്തി കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചപ്പാത്തി എല്ലാം കുഴച്ച് വെച്ചു. എന്നെ പ്രീതി സോഡിയാക്കിൻ്റെ ആ ഒരു കറക്കുന്ന സാധനം കാണാത്തോണ്ടാണ് കേട്ടോ കൈകൊണ്ട് കുഴച്ച് സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കുന്നത്. അങ്ങനെ ചപ്പാത്തി അവിടെ സൈഡിലോട്ട് മാറ്റി വെച്ച സമയത്ത് ഞാൻ കൊച്ചുള്ളി ഉള്ളി എല്ലാം കൂടെ അരിഞ്ഞെടുത്തിട്ട് ദാണ്ട് ഈ ചട്ടി അടുപ്പത്ത് അങ്ങ് വെച്ച് കേട്ടോ. ഈ വലിയ ചട്ടിയാണ് ഇത് ലുലുന്ന് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷേ ഇത് ഓൺലൈനിൽ കിട്ടുന്നില്ല. അപ്പം ഞാൻ അതിൻ്റെ അകത്തോട്ട് ദാണ്ട് നമ്മുടെ ഉള്ളിയും കൊച്ചുള്ളി ഇഞ്ചി എല്ലാം കൂടി ഇട്ട് വരട്ടിയിട്ട് നമ്മുടെ കഴുകി മാറ്റി വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി എടുത്ത് വെച്ചിട്ട് വെള്ളമൊന്നും ചേർക്കാതെ കുഞ്ഞു തീയിൽ അടച്ച് വെച്ച് വേവിച്ച് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് അവിടെ ഇരുന്ന് വെറ്റുമ്പോഴത്തേനും ഞാൻ ബാക്കി അവിടെ ചപ്പാത്തി എല്ലാം കൂടെ പരത്തിയെടുത്ത് കേട്ടോ. ചപ്പാത്തി പരത്താൻ ഏറ്റവും അടിപൊളി എൻ്റെ ജ്യോതിമാമിയാണ്. ഇത്രയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. കാരണം ജ്യോതിമാമി അത്രയും അടിപൊളിയായിട്ട് പേപ്പർ കനത്തിൽ ചപ്പാത്തി ഉണ്ടാക്കും കേട്ടോ. ഇനി ഞാൻ എപ്പോഴെങ്കിലും അവിടെ പോകുമ്പോൾ മാമിയെ കൊണ്ട് ഉണ്ടാക്കിച്ചിട്ട് നിങ്ങൾക്ക് റെസിപ്പി പറഞ്ഞു തരാം. പക്ഷേ ഞാനൊക്കെ ഓക്കെ അത് മാത്രമേ പറയാനുള്ളൂ. ഇനി എനിക്ക് മാമിയുടെ ചപ്പാത്തി പരത്തിയിട്ട് വേണം ചപ്പാത്തി എക്സ്പേർട്ടായി മാറാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ എല്ലാം വൃത്തിയാക്കിയിട്ട് ഉണ്ടാക്കിയ പാത്രങ്ങളെല്ലാം കൂടെ ഞാൻ കഴുകി സൈഡിലോട്ട് അങ്ങ് മാറ്റി കേട്ടോ. ഇല്ലെങ്കിൽ അവസാനം എനിക്കൊരു കെട്ട് കഴുകാനൊക്കെ കാണുമായിരിക്കും. അതുകൊണ്ട് ഞാൻ നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചു. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച ചട്ടിയാണ് കേട്ടോ. ഇതെല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്. മീൻ മറക്കാനും ചപ്പാത്തി ഇടാനും മാത്രമേ ഞാനിത് ഉപയോഗിക്കാറുള്ളൂ. നല്ല പൊങ്ങി വന്നതാണ്ട് അടിപൊളി ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അകത്ത് എടുത്ത് വെച്ച് കേട്ടോ. അതാകുമ്പോൾ സോഫ്റ്റ് ആയിട്ട് ഇരുന്നോളും. പിന്നെ അപ്പുക്കുട്ടനെ കൊണ്ടു കൊടുത്തപ്പോൾ അപ്പുക്കുട്ടൻ പറഞ്ഞ് സൂപ്പർ അമ്മാന്ന്. അതെനിക്കിഷ്ടം. നല്ല ടേസ്റ്റ്.